നമസ്കാരമുണ്ട്. ഇന്ന് പരിചയപ്പെടുത്തുന്ന പ്രോപ്പർട്ടി ഒരു 44 സെൻറ്റാണ്. അത് ഇവിടെ കല്ലമ്പലത്ത് നിന്ന്, ഇപ്പം നമ്മൾ നിൽക്കുന്നത് കല്ലമ്പലം ജംഗ്ഷനാണ്. ഇവിടുത്തെ നിർദ്ദിഷ്ട NH66 പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുൻവശത്ത് കാണുന്നത് ഇത് കൊല്ലത്ത് നിന്ന് കല്ലമ്പലത്തിലേക്ക് വരുന്നത്, അതുപോലെ തന്നെ മറ്റത് MC റോഡിലേക്ക് പോകാനുള്ള കിളിമാനൂർ സൈഡിലേക്ക് പോകുന്നത്. ഇത് നേരെ വന്നിട്ട് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് പോകാനായിട്ട് ഒരു 300 മീറ്റർ ഇവിടെ കല്ലമ്പലത്ത് നിന്ന് വർക്കല റോഡിലേക്ക് പോയ ആലുമൂട് ജംഗ്ഷനുണ്ട്. ആ ആലുമൂട് ജംഗ്ഷനിൽ നിന്നാണ് നമ്മളെ പ്രോപ്പർട്ടിയിലേക്ക് വലത്തോട്ട് തിരിഞ്ഞ് പോകാനുള്ളത്. നമുക്ക് നേരെ പ്രോപ്പർട്ടിയിലേക്ക് പോകാം. ഇതാണ് ആലുമൂട് ബസ് സ്റ്റോപ്പ്. ഇതാണ് നമ്മൾ കല്ലമ്പലത്ത് നിന്ന് നേരെ വന്ന റോഡ്. ആലുമൂട് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇവിടുന്ന് വലത് തിരിഞ്ഞ് ഉള്ളിലേക്ക് പോകുമ്പോഴാണ് ഈ പറയുന്ന 45 സെൻറ്റ്. ഇത് നേരെ പോകുന്നത് വർക്കല റോഡ്. അപ്പോൾ കല്ലമ്പലം വർക്കല റോഡില്ല, ആലുമൂട് ജംഗ്ഷനിൽ നിന്ന് നമ്മൾ നേരെ ഇവിടത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന പ്രപ്പോസ്ഡ് 44 സെൻറ്റ്. ഇതിനടുത്ത് ഒരു ക്ഷേത്രമുണ്ട്. ഇതാണ് 44 സെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ 4 വശം റോഡാണ്. ഇതിനെ ചുറ്റിയാണ് റോഡ് പോയിരിക്കുന്നത്. ചാപ്പത്തിനാല് സെൻറ്റാണ്. ഇതിനടുത്ത് ക്ഷേത്രമുണ്ട്. ഇതിന് ചുറ്റും റോഡാണ്. ഇതാണ് പുളിവേലിക്കോണം ക്ഷേത്രം. പുളിവേലിക്കോണം ശ്രീ ഭഗവതി ക്ഷേത്രമാണ്. ഈ പുളിവേലിക്കോണം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഈ അമ്പലക്കുളത്തിൻ്റെ തൊട്ട് മേലായിട്ടാണ് ഇത് കിടക്കുന്നത്. ഇതിൻ്റെ ചുറ്റും റോഡാണ്. ഈ റോഡ് അങ്ങ് മേലോട്ട് പോയിട്ടുണ്ട്. ഇതിനടുത്ത് വേറൊരു കാവുണ്ട്. ഈ റോഡ് നേരെ അങ്ങ് പോകും കാവ്. അപ്പോൾ ഇത് മൊത്തം കണക്ടിവിറ്റി ഉള്ള സ്ഥലമാണ്. നാൽപ്പത്തിനാല് സെൻറ്റ്. വീട് വെപ്പുകാർക്ക്, കൃഷിപ്പണിക്ക്, മറ്റതിനെല്ലാം അനുയോജ്യമാണ്. അപ്പോൾ ഇതാണ് 44 സെൻറ്റ്. താല്പര്യമുള്ളവർ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.